ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു. മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല. മൂഢന്റെ അധരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു, അവന്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു. മൂഢന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു, അവന്റെ അധരങ്ങൾ അവന് കെണിയാണ്. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷണങ്ങൾ പോലെയത്രേ, അത് ഉള്ളിലേക്കിറങ്ങി ചെല്ലുന്നു. മടിയൻ മുടിയന്റെ സഹോദരനാണ്. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം, ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു. ഗർവം നാശത്തിന്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. ചോദ്യങ്ങൾ മുഴുവൻ കേൾക്കുന്നതിനു മുമ്പ് ഉത്തരം പറയുന്നത് ഭോഷത്വവും മര്യാദകേടുമാണ്. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ബുദ്ധിമാൻ അറിവ് നേടുന്നു, വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു. മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും. നറുക്ക തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, അത് പ്രബലമായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു. സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്, എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ദരിദ്രൻ കേണപേക്ഷിക്കുന്നു, ധനവാന്മാർ പരുഷമായി മറുപടി നൽകുന്നു. ചിലർ സ്നേഹിതരെന്ന് നടിക്കും, ചിലർ സഹോദരരെക്കാൾ ഉറ്റവരാണ്.